ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഫൗണ്ടേഷൻ ഓഫ് സൈക്കോപാത്തോളജി ആണ്. സോ എന്താണ് സൈക്കോപാത്തോളജി, അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയാണ് തെറാപ്പി കൊടുക്കേണ്ടത്, ഏത് രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ക്ലിനിക്കൽ സൈക്കോളജിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് എന്താണ് മെന്റൽ ഡിസോർഡർ എന്നാണ്. നമുക്കറിയാം മെന്റൽ ഡിസോർഡർ വന്ന ഒരാൾ എന്തൊക്കെയാണ് കാണിക്കുക, എന്തൊക്കെ ചേഷ്ടകളാണ് ഉണ്ടാവുക, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാന്നുള്ളതാണ്. എന്നാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു മെന്റൽ ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിച്ചിരുന്നത് അത് ദൈവം ശപിക്കുക, അല്ലെങ്കിൽ പിശാച് കയറുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുറ്റങ്ങൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ദൈവം ശപിച്ചതാണ് എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെയാണ് മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് ബയോളജിക്കൽ കോസ് ആണ്, ബോഡി ഇൻബാലൻസ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഡിസ്ഫങ്ഷൻ ഒക്കെ ആണെന്ന് പിന്നെയാണ് അത് മനസ്സിലാക്കി തുടങ്ങിയിരുന്നത് കേട്ടോ. പണ്ട് കാലങ്ങളിൽ ചിന്തിച്ചിരുന്നത് പോലെ അല്ലല്ലോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, അല്ലേ? സോ ട്രഡീഷൻ ടു മോഡേൺ എക്സ്പ്ലനേഷൻ. സോ 19th ഏർലി 20th സെഞ്ചുറി നോക്കുവാണെങ്കിൽ സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ എന്താണ് സൈക്കോളജി, അല്ലെങ്കിൽ എന്താണ് സൈക്കാട്രി എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഡിഫൈൻ ചെയ്ത വർഷങ്ങളും അല്ലെങ്കിൽ എറയൊക്കെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിനകത്ത് ഏൻഷ്യൻ സൂപ്പർ നാച്ചുറൽ ബിലീഫ് എന്തായിരുന്നു, ബയോളജിക്കൽ മോഡൽ എന്താണ്, സൈക്കോളജിക്കൽ അപ്രോച്ച് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് കേട്ടോ. സോ ഏൻഷ്യൻ സൂപ്പർ നാച്ചുറൽ ബിലീഫ്സ്, പണ്ട് കാലങ്ങളിൽ ഏൻഷ്യൻ സൂപ്പർ നാച്ചുറൽ ബിലീഫ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സോ എയർലി എക്സ്പ്ലനേഷൻ ഓഫ് മെന്റൽ ഡിസോർഡർ പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പിശാചി കയറുക, ഡീമോൺസ് കയറുക, ഈവിൾ സ്പിരിറ്റ് കയറുക, അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡി, മൂൺ സ്റ്റാർ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നക്ഷത്രത്തിനും അല്ലെങ്കിൽ ചന്ദ്രനും ഒക്കെ ഒരുപാട് വാല്യൂ കൊടുത്തിരുന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ കൂടുതൽ ഈജിപ്ഷ്യനൊക്കെ നോക്കുവാണെങ്കിൽ അവർ ചന്ദ്രനെയൊക്കെ കൂടുതൽ ആരാധിക്കാറുണ്ട്, നക്ഷത്രങ്ങൾ ആരാധിക്കാറുണ്ട്. നമ്മൾ പോലും നക്ഷത്രങ്ങളെ പറ്റി നോക്കിയിട്ട് നമ്മളെ ഒരാളെ എങ്ങനെയാണ് എന്തായിരിക്കുക നമ്മൾ പറയാറില്ല, അതേപോലെ തന്നെ. എന്നാൽ പിന്നെയാണ് എന്താണ് മെന്റൽ ഡിസോർഡർ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതിൽ ഫസ്റ്റ് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് ഡെമനോളജി ആണ്. സോ ഇവിടെ കൂടുതലും ഒരാളുടെ ശരീരത്തിൽ ഒരു ആത്മാവ് കയറുന്നു, അല്ലെങ്കിൽ അയാളുടെ ആത്മാവ് അയാളെ ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്ന രീതി എന്ന് വെച്ചാൽ അവരെ തലച്ചോറ് അല്ലെങ്കിൽ അവരുടെ തലയോട്ടിലേക്ക് ഡ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് അടിക്കുക, അവരെ കെട്ടിയിടുക, അല്ലെങ്കിൽ കൂട്ടിലിടുക, അവരെ കത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് കൂടുതലും വിച്ച് ക്രാഫ്റ്റ്, അതായത് നമ്മളെ ഈ ഒരു ദുർശക്തികളൊക്കെ കയറി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരു വിച്ച് ക്രാഫ്റ്റ് ആണ് കൂടുതലും ചെയ്യുക. ഇനി മൂൺ ആൻഡ് സ്റ്റാർ ആണെങ്കിൽ ലൂണാട്ടിക് എന്നാണ് പറയുക. സോ മെന്റലി ഇല്ലായിട്ടുള്ള ആൾക്കാരിലേക്ക് ഈ ചന്ദ്രൻ കാരണമോ അല്ലെങ്കിൽ സ്റ്റാർസ് കാരണം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാരല്ലേ കബഡിയൊക്കെ നിർത്തിയിട്ട് പറയില്ല ഇവർക്ക് ഇന്ന പ്രശ്നമാണെന്നൊക്കെ പറയില്ല, അതേപോലെ. ഇനി മാസ് ഹിസ്റ്ററിയാണ്. സോ ഇതെന്ന് വെച്ചാൽ നമ്മൾ പേടി അല്ലെങ്കിൽ നമ്മൾ സാഡ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പാനിക് ക്രിയേറ്റ് ചെയ്യും. ദ ഫിനോമിന വെയർ ഇമോഷൻ ലൈക്ക് ഫിയർ ഓർ സാഡ്നസ് സ്പ്രെഡ് അമംഗ് പീപ്പിൾ ക്രിയേറ്റിംഗ് പാനിക്. അപ്പം ഞാൻ വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് തന്നെ ഒരു പാനിക്കായിട്ട് ഉണ്ടാവുകയും അത് അൺഡെവലപ്ഡ് കൾച്ചറുമായി ബന്ധപ്പെടുത്താണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് മാജിക് റിച്വൽസ് ചെയ്യുക, അല്ലെങ്കിൽ ഭസ്മമൊക്കെ ഇട്ട് ഭസ്മം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോമകുണ്ഡം, അങ്ങനത്തെ പരിപാടിയില്ലേ, അതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ബയോളജിക്കൽ മോഡൽസ് ആണ് പറയാൻ പോകുന്നത്. അതിനുശേഷമാണ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നത്. സോ ഫിസിക്കൽ ഡിസ്ട്രസ്, ബയോ കെമിക്കൽ ഇൻബാലൻസ് ഒക്കെയാണ് പിന്നെ വന്നിരുന്നത്. സോ ഏർലി ഗ്രീക്ക് കോൺട്രിബ്യൂഷനിൽ ഹിപ്പോക്രട്ടസും ഗാലനും ഒരുപാട് രീതിയിൽ കൊണ്ടുവന്നിരുന്നു. ഈ ഹിപ്പോക്രട്ടസിനും ഗാലനും നമ്മുടെ സൈക്കോളജിയിൽ മാത്രമല്ല അല്ലാതെ തന്നെ, അതായത് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ പോലും അവർ കൊണ്ടുവന്ന ഒരു ബേസിക് തിങ് ആണ്. ഇത് പിന്നെ റിജക്ട് ചെയ്തു കേട്ടോ. 4 ഹ്യൂമസ് തിയറിയാണ്. ഇത് എല്ലായിടും ഉണ്ട്. നമുക്ക് മെഡിക്കൽ പരമായി നോക്കുവാണെങ്കിലും എങ്ങനെ നോക്കിയാലും എല്ലായിടും ഉള്ളതാണ്. ബ്ലഡ്, ഫ്ലജം, ബ്ലാക്ക് ബൈൽ, യെല്ലോ ബൈൽ. ഇതിന് അതിൻ്റെതായ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ബ്ലഡ് ആണെങ്കിൽ എയർ, ഫ്ലജം ആണെങ്കിൽ വാട്ടർ, ബ്ലാക്ക് ബൈൽ ആണെങ്കിൽ എർത്ത്, യെല്ലോ ബൈൽ ആണെങ്കിൽ ഫയർ. സോ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എയറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എപ്പോഴും സന്തോഷവാനും, വെള്ളമാണെങ്കിൽ നമ്മൾ കാം ആയിരിക്കും, എപ്പോഴും സൈലന്റ് ആയിരിക്കും. ബ്ലാക്ക് ബൈൽ ആണെങ്കിൽ ഡിപ്രഷനും, യെല്ലോ ബൈൽ ആണെങ്കിൽ ദേഷ്യവുമായിട്ടാണ്. അപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ, ഒരാളുടെ മെന്റലിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ ഡയറ്റ്, റെസ്റ്റ്, എൻവയോൺമെന്റൽ ചേഞ്ചിലൂടെയാണ് അത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിച്ചിരുന്നത്. ഗാലൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹീറ്റ്, കോൾഡ്, ഡ്രൈനെസ്, മോയ്സ്ചർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരാളുടെ സ്വഭാവം എപ്പോഴും തീരുമാനിക്കുക എന്നുള്ള കാര്യമാണ്. എന്നാൽ ഇതൊക്കെ തള്ളിപ്പോയി. കാര്യം ഇതൊന്നും ഒരു കൺസെപ്റ്റ് വെച്ചാൽ ഓക്കെ, ബേസിക്കലി ഇറ്റ്സ് ഓക്കെ.
ഒരാളുടെ എൻവയോൺമെന്റിൽ മാറ്റം വരുത്തുമ്പോഴും അല്ലെങ്കിൽ അയാൾക്ക് ഡയറ്റിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ ചില പോയിന്റിലൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു, ചില മാറ്റങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു ക്ലിനിക്കൽ എവിഡൻസോ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് സ്റ്റഡീസോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓൾഡ് മെഡിസിനൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതായത് അവരുടെ ശരീരത്തിലെ ബ്ലഡ് ലീച്ച് കൊണ്ട് റിമൂവ് ചെയ്യുക, അപ്പോൾ അവരുടെ ആ ഒരു അഗ്രഷനൊക്കെ മാറി കിട്ടുന്നു. പിന്നെ വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുക, അതായത് ഹാഫ് ബോയിൽഡ് ക്യാബേജ് കൊടുത്തു കഴിയുമ്പോൾ ഒരു കൂടുതൽ വൊമിറ്റ് ചെയ്യുന്നു, അപ്പം ഡിപ്രഷനൊക്കെ ഒഴിവാകും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും അത്ര വലിയ സിഗ്നിഫിക്കന്റ് കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ 19th സെഞ്ചുറിയിലെ JP ഗ്രേയും ഇമിലും ആണ് ബേസിക് ആയിട്ട് മെന്റൽ ഇൽനെസ്സിന് ഒരു ഫിസിക്കൽ കോസും ഉണ്ട്, അത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് റെസ്റ്റും പ്രോപ്പർ ഡയറ്റും വെന്റിലേഷനുമാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കാറ്റ് കൊടുക്കുക, കൂടുതൽ വായു കിട്ടുന്ന ഒരു റൂമിലേക്ക് പോവുക. പുള്ളിക്കാരനാണ് റോട്ടറി ഫാനൊക്കെ ഇൻവെന്റ് ചെയ്ത ആള്. അപ്പോൾ അങ്ങനെ കൊടുക്കുക എന്നുള്ളത് JP ഗ്രേ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇതിലൊക്കെ ഓരോ റിജക്ഷൻ ഉണ്ട് കേട്ടോ. ഇമെയിൽ ആണെങ്കിൽ മെന്റൽ ഡിസോർഡറിനെ എയർലി ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു, അതായത് ഷീസോഫ്രീനിയ തന്നെ 11 സബ് ടൈപ്പും ഹാലൂസിനേഷൻ, ഡെലൂഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് മെന്റൽ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്താണ്. അപ്പം മേ ബി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഇമെയിൽ കാർപ്പലാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഇയർലി ക്ലാസിഫിക്കേഷൻ ഓഫ് മെന്റൽ ഡിസോർഡർ പുള്ളിക്കാരനാണ്. ശേഷം 20th സെഞ്ചുറിയിലാണ് ഇൻസുലിൻ ഷോക്കും ECT അല്ലെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി കൊണ്ടുവന്നത്. സോ ഇൻസുലിൻ ഷോക്ക് തെറാപ്പി 1927 കൊണ്ടുവരുന്നത്. ഹൈ ഇൻസുലിൻ ഡോസ്, കോമ, കൺവൾഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ടെമ്പററി റിക്കവറി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം ഡേഞ്ചറസ് സൈഡ് എഫക്റ്റ്, ലൈക്ക് ഇൻസുലിൻ ഡോസ് ഒക്കെ ഹൈ ആയിട്ട് കൊടുക്കുമ്പോൾ കോമ വരികയും കോമ ലീഡ്സ് ടു ഡെത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും കോമ കഴിഞ്ഞാൽ പിന്നെ ഡെത്ത് ആണ് കേട്ടോ. സോ ആദ്യം നമുക്കാണെങ്കിൽ സെഡേഷൻ വരുന്നു, പിന്നെ ഹിപ്നോട്ടിക് വരുന്നു, ഹിപ്നോട്ടിക് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, കോമ വരുന്നു. കോമ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെത്തിലേക്കാണ്, ഈ ഒരു രീതിയിലേക്കാണ് പോകുന്നുണ്ടാവുക. അപ്പം ഈ ഒരു രീതിയിലൊക്കെ പോകുന്ന രീതി കാരണം എന്ത് ചെയ്യുന്നു, അത് വലിയൊരു പ്രശ്നമായി എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് കൊണ്ടുവന്നതാണ് ECT അല്ലെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. സോ ഷീസോഫ്രീനിയയ്ക്കാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. സോ കോൺട്രോവേഴ്ഷ്യലായിട്ട് പറയുവാണെങ്കിൽ ഇത് പണിഷ്മെന്റ് കൊടുക്കാൻ, ഇപ്പൊ എക്സാമ്പിൾ പ്രോപ്പറായിട്ട് പേഷ്യൻസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പേഷ്യൻസ് അടങ്ങിയിരിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഷോക്ക് അടിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നില്ലേ. അതൊക്കെ ചില പോയിന്റ് നല്ലതായിരുന്നു. ആൻഡ് നമ്മൾ പറയാൻ പോകുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. സോ ബേസിക്കലി സൈക്കോളജി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ സൈക്കാട്രിയുമായി ബന്ധപ്പെടുത്തി പറയാൻ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓൾഡ് ഇങ്ങനെയുള്ള ബിലീഫ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൈക്കാട്രി എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കില്ല ആരും. അതിനോട് ട്രീറ്റ്മെന്റിന് പോവാറില്ല, പൂജകളും മന്ത്രങ്ങളുമായിട്ട് അങ്ങനെ തന്നെ പോവായിരുന്നു. എന്നാൽ ഒരാളെ സംബന്ധിച്ച് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇന്റർപേഴ്സണൽ, സോഷ്യൽ, കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്കറിയാം. സോ ഏർലി സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ മെന്റലി ഇല്ലായ പേഷ്യന്റ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. സോ ആ സമയത്താണ് ഫിലിപ്പ്, വില്യം, ബെഞ്ചമിൻ, ഡിക്സ് പോലുള്ള ആൾക്കാർ മുമ്പോട്ട് വരുന്നത്. സോ ഫിലിപ്പ് ആണെങ്കിൽ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അത് ഹ്യൂമെയിൻ ആക്കണം എന്നുള്ള രീതിയിലും, വില്യം ആണെങ്കിൽ അസീലിയം പോലുള്ള, അതായത് മോറൽ കെയർ കൊടുക്കുന്നത്. നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെയുള്ള ഹൊറർ സിനിമകളിൽ കാണാം ഈ അബാൻഡൻ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ മിക്കവാറും അസീലിയംസ് ആയിരിക്കും. ഈ ഹൊറർ സിനിമയിൽ കാണാം. എനിക്കൂടെ തമിഴ് സിനിമയിലൊക്കെ ഉണ്ട്, അല്ലാണ്ട് ഇന്ത്യൻ സിനിമയിൽ കുറവാണ്. എന്നാൽ തമിഴ് സിനിമയിലൊക്കെ കുറേയൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അധികം ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഹോസ്പിറ്റൽ കാണുമ്പോൾ അറിയാം പണ്ടത്തെ സെല്ലുകളും വാർഡുകളും ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ബെഞ്ചമിൻ ആണ് അമേരിക്കൻ സൈക്കാട്രിക് പൈനിയർ എന്ന രീതിയിൽ, അതായത് സൈക്കാട്രി എന്നൊരു സാധനം കൊണ്ടുവന്നത്. ആൻഡ് ഡിക്സ് ആണെങ്കിൽ അഡ്വക്കേറ്റ് ഫോർ മെന്റൽ ഹോസ്പിറ്റൽസ് ആയിരുന്നു. സോ അസീലിയം എന്ന് പറയുന്നത് 60s 70s ഇൻസെൻ അസീലിയം ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് അവിടെ കൂടുതലും അസീലിയത്തിന്റെ കണ്ടീഷൻസ് കൂട്ടുക അല്ലെങ്കിൽ കൂടുതൽ അസീലിയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിലൊക്കെ ഒരുപാട് രീതിയിൽ ഡിക്സും ഒക്കെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് സൈക്കാട്രി പറയുവാണെങ്കിൽ ഈ അസീലിയങ്ങളുടെ സൂപ്രണ്ട് എന്ന് പറയുന്നത് ഫിസീഷ്യൻസ് ആയിരിക്കും. 1844 നമ്മുടെ അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് പബ്ലിക് അസീലിയം, ആർക്ക് വേണമെങ്കിലും ഹ്യൂമെയിൻ ആയിട്ട് കയറി എക്കണോമിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസീലിയം എന്ന് പറയുന്നത് ലുനാറ്റിക് ഹോസ്പിറ്റലായിരുന്നു. ആൻഡ് ഡോക്ടർ സാമുൽ ആണ് മെന്റൽ ഡിസോർഡേഴ്സ് ക്യൂർ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചിരുന്ന ആദ്യത്തെ ഒരു മനുഷ്യൻ, ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് പറയുവാണെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലേ. സോ ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, ഫ്രൂഡിയൻ സ്ലിപ്സ് ഒക്കെ കൊണ്ടുവന്നതും എല്ലാം എക്സ്പ്ലോർ ചെയ്തതും പുള്ളിക്കാരൻ തന്നെയാണ്. സോ ഫ്രൂട്ട്സിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങളത് ഓൾറെഡി കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ID, ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സോ ID എന്ന് വെച്ചാൽ എന്താണ്, പ്രിമിറ്റീവ് ആണ്, പ്ലഷർ ഡ്രിവൺ പാർട്ടാണ്. ഈഗോ ആണെങ്കിലോ റാഷണലാണ്, റിലേറ്റീവ്ലി ഡ്രിവൺ പാർട്ടാണ്. സൂപ്പർ ഈഗോ ആണെങ്കിൽ മോറൽ, എത്തിക്കൽ കൺസേൺസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. സോ കോൺഷ്യസ്നെസ് തന്നെ നമുക്ക് പിന്നെയും തിരിക്കുന്നുണ്ട്. കോൺഷ്യസ്നെസ്, പ്രീ കോൺഷ്യസ്നെസ്, അൺകോൺഷ്യസ്നെസ്.
സോ കോൺഷ്യസ് എന്താണ്? നമ്മൾ അറിവ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഷ്യസ് ആണ്. പ്രീ കോൺഷ്യസ് മെമ്മറി ഐഡിയൽ വി ക്യാൻ റീകോൾ ഈസിലി, പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. അതായത് ഞാനിത് പഠിച്ചു, സൈക്കാട്രി അല്ലെങ്കിൽ സൈക്കോളജി എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചു, അത് ഞാൻ റീകോൾ എടുക്കും. അതിനെ അന്ന് അങ്ങനെ പഠിച്ചിരുന്നു അല്ലേ, ഇപ്പോൾ ഐഡി ഈഗോ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു ഇല്ല. അതുപോലെ അൺകോൺഷ്യസ് ആണെങ്കിലോ ഡീപ്പ് ഹിഡൻ ഡിസയേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ബേസിക്കലി എന്താണ്, നമ്മൾ ഡീപ്പായിട്ട് പണ്ടത്തെ ഓർമ്മകൾ ഉണ്ടാകാം. ഈവൻ തന്നെ ഡിസയേഴ്സ്, സെക്ഷൽ ഡിസയർ ആകാം, മോഷ്ടിക്കുന്നത്, അതൊക്കെ എല്ലാം ഹിഡൻ ഡിസയേഴ്സ് ആണ് കേട്ടോ. ആൻഡ് സൈക്കോ സെക്ഷൽ സ്റ്റേജ് പറയുവാണെങ്കിൽ ഓരോന്നിലും ഓരോ സ്റ്റേജ് ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓൾ സ്റ്റേജ് 0 to 2 years ആണ്. സക്കിങ്, ഫിക്സേഷൻ, നെയിൽ ബൈറ്റിംഗ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൽ സ്റ്റേജ് ആണെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് നടക്കുകയാണ്, അതായത് കൂടുതൽ വൃത്തി കൊണ്ടുവരുന്ന ഒരു പ്രായമാണ് 2 to 3. ഫാലിക് സ്റ്റേജ് ആണെങ്കിലോ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് സെക്സ് പാരന്റുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുക. ഇപ്പോൾ കൊച്ചു പെൺകുട്ടികൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, കൊച്ചു പയ്യന്മാർക്കാണെങ്കിൽ അമ്മമാരോടായിരിക്കും. പിന്നെ ലേറ്റൻസി സ്റ്റേജ് ആണെങ്കിൽ 5 to 12 years ആണ്. പഠിക്കുക, സോഷ്യൽ സ്കിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ജെനിറ്റൽ സ്റ്റേജ് ആണ് ഇൻട്രസ്റ്റ് ഇൻ റിലേഷൻഷിപ്പ് ആൻഡ് അട്രാക്ഷൻ, കൂടുതലും അട്രാക്ഷൻ ചെയ്യുക, ഓപ്പോസിറ്റ് സെക്സുമായിട്ട് കൂടുതലായിട്ട് അവർ ചേർന്ന് പോവുക എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റിലാണ് കൂടുതലും എന്താണ് ഈ ഹോമോഫോബിയ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. ഹോമോസെക്ഷുവാലിറ്റി ഡെവലപ്പ് ആവുന്ന ഒരു സ്റ്റേജ് ഒക്കെ ഈ 12 ആണ്. ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, കാര്യം ഒരു മോഡേൺ സൈക്കാട്രി ആൻഡ് സൈക്കോളജി ആയതുകൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ പറയാൻ പറ്റില്ല. ഇപ്പം അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് തന്നെ ആകണം എന്നില്ല, സെയിം സെക്സിലും ആകാം എന്നുള്ളതാണ് കേട്ടോ. സോ ഇത് പഠിക്കാതെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏജ് വെച്ച് തന്നെ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആങ്സൈറ്റി ആൻഡ് ഡിഫെൻസ് മെക്കാനിസം. സോ റിയാലിറ്റി ആങ്സൈറ്റി, ഫിയർ ഓഫ് റിയൽ ഡേഞ്ചർ. സോ ഹൈറ്റ്, തീയൊക്കെ പേടിയാണെങ്കിൽ അത് നമ്മൾ പറയുന്നതാണ് റിയാലിറ്റി ആങ്സൈറ്റി. ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഫിയർ ദാറ്റ് അൺകോൺഷ്യസ് ഡിസയർ വിൽ ടേക്ക് കൺട്രോൾ. ഇപ്പം എൻ്റെ മനസ്സിലില്ല എന്നാലും ഇപ്പോൾ ഇരുട്ട്, പ്രേതം വരുന്നു, എന്നെ പേടിക്കുന്നു, അങ്ങനെയൊക്കെ. മോറൽ ആങ്സൈറ്റി, ഗിൽറ്റി ഓവർ വയലേറ്റിംഗ് മോറൽ വാല്യൂ. ഞാനത് ചെയ്താൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയുന്ന പോലെ. ഡിഫൻസ് മെക്കാനിസം എന്താണ്? ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഡിനയൽ, നമ്മൾ വേണ്ട എന്ന് തന്നെ പറയുന്നു. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ റീഡിറക്റ്റിംഗ് ഇമോഷൻസ്. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ കരഞ്ഞു തീർക്കുക, നിലവിളിക്കുക, സാധനങ്ങൾ പൊട്ടിക്കുക, അതൊക്കെ. പ്രൊജക്ഷൻ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഫീലിങ്സ് മറ്റുള്ളവരിലേക്ക് നമ്മൾ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. റെപ്രസഷൻ, പുഷിങ് പെയിൻഫുൾ തോട്ട് ഇൻ ടു അൺകോൺഷ്യസ്നെസ്. നമുക്ക് അത്രയും വിഷമമായ കാര്യങ്ങളൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുവാണ്, ഞാൻ അവളെ മറക്കാൻ ശ്രമിക്കുവാണ്, അവനെ മറക്കാൻ ശ്രമിക്കുവാണ് എന്ന് പറയുന്ന പോലെ. സബ്ലിമേഷൻ ആണെങ്കിൽ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. ചാനൽ ഇമ്പൾസീവ് ഇൻ ടു അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസ്, അതായത് ഈ ആർട്സ്, സ്പോർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്. ചില ആൾക്കാരൊക്കെ എന്താണ്, ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ജിമ്മിൽ പോവുക, വെയിറ്റ് എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ ടേംസ് ആണ് കേട്ടോ. ഈ ടേംസ് ഒക്കെ പഠിച്ചു വെക്കണം, കാര്യം അങ്ങോട്ടൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ പറയും, അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകരുത്. ഇനി സൈക്കോ അനലിറ്റിക്കൽ തെറാപ്പി. സോ ഫോക്കസ്ഡ് ഓൺ അൺകവറിംഗ് റെപ്രസ്ഡ് ഫിയേഴ്സ് ആൻഡ് ഡിസയേഴ്സ്. സോ നമ്മൾ കൂടുതലും ഈ സൈക്കോ അനലിറ്റിക്കൽ തെറാപ്പി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ അൺകവേർഡ് ആയിട്ടുള്ള റെപ്രസ്ഡ് ഫിയേഴ്സ്, ഡിസയേഴ്സ് ഒക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുക കേട്ടോ. സോ ഡ്രീം ഇന്റർപ്രിട്ടേഷൻ, അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക. ഇവിടെയാണ് തെറാപ്പിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ക്രിറ്റിസിസം ഓൺ ഫ്രോഡ്സ് തിയറി. സോ ഈ ഫ്രോഡ്സിന്റെ തിയറിയിൽ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. എല്ലാത്തിലും ക്രിറ്റിസിസം ഉണ്ടാവില്ല, എപ്പോഴും ഒരുപോലെ ആകണം എന്ന് നിർബന്ധമില്ല. ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിതെല്ലാം പറഞ്ഞത് ഈ ഫ്രോഡ്സ് ഈ കൺസെപ്റ്റ് മുതൽ സൈക്കോ സെക്ഷലും ആങ്സൈറ്റി ഡിഫൻസും സൈക്കോ അനലിറ്റിക്കൽ തിയറി എല്ലാം പറഞ്ഞത് എന്താണ്, സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിലാണ്. ഈ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ സിഗ്മണ്ട് ഫ്രോഡ്സിന്റെ ബേസിക് പ്രിൻസിപ്പിളിൽ തുടങ്ങിയതാണ്. ഓക്കെ, ഇത് സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആൻഡ് ബയാസ്ഡ് അഗെയിൻസ്റ്റ് വിമൻസിലൊന്നും ബയാസ്ഡ് ആയിരുന്നു, കാര്യം കൂടുതലും ഈ തിയറി ഫോക്കസ് ചെയ്യുന്ന മെയിൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ടു മച്ച് ഫോക്കസ് ഓൺ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇത് കൂടുതലും വരുന്നത്. ഇപ്പം നിങ്ങളിത് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കൂടുതലും ഡിസയർ എന്നൊക്കെ പറയുമ്പോൾ സെക്ഷൽ ഡിസയറുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. സോ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ഗ്രോത്ത്, ഒരാൾ എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ നമ്മൾ നോക്കുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് അബ്നോർമാലിറ്റി അറൈസ് ഫ്രം നോട്ട് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ വൺസ് ആക്ഷൻ ആൻഡ് തോട്ട്. സോ ഒരാൾ റെസ്പോൺസിബിലിറ്റി എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക,
ഒരു കാര്യം എടുക്കുന്ന സമയത്ത് അത് കൂടുതലും റെസ്പോൺസിബിൾ ആവാതിരിക്കുക, അതിലൊക്കെ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ച് കൂടുതലും പറഞ്ഞത്. ഇതിനകത്ത് തന്നെ ഒരുപാട് കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ നേച്ചർ ഈസ് ഗുഡ്. ഒരാള് ദേഷ്യപ്പെടുന്നതും അബ്നോർമാലിറ്റി കാണിക്കുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം കോൾ റോഗറും അബ്രഹാമും ഒക്കെ ഈ ഡിറ്റർമിനിസം, അതായത് നിർണയവാദം, അതായത് ഇപ്പം സൈക്കോ അനാലിസിസിലും ബിഹേവിയറിസ്റ്റിലും ഒക്കെ അതിലുള്ള ഡിറ്റർമിനൻസും റിജക്ട് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് സെൽഫ് ആൻഡ് കോൺഗ്രുവൻസ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അതിൽ തന്നെ സെൽഫ് കൺസെപ്റ്റ് ഉണ്ട്. ഒരാളുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിരിക്കും, ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലായിരിക്കും അല്ലേ. ആൻഡ് കോൺഗ്രുവൻസ് ആണെങ്കിൽ വെൻ സെൽഫ് ഇമേജ് മാച്ചസ് റിയാലിറ്റി ലീഡിങ് ടു ഹയർ സെൽഫ് വർത്ത്. അതായത് ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടും. അത് മാത്രമല്ല ഞാൻ തന്നെ ഭയങ്കരമായിട്ട് നല്ലതാണ്, അടിപൊളിയാണെന്ന് എനിക്ക് തോന്നും അല്ലേ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇൻകോൺഗ്രൻസ് ആണ്. മിസ്മാച്ച് ഉണ്ടാവുന്നു, മാൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നു. അതായത് ഞാൻ വിചാരിക്കുന്നത് നടക്കുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി മാൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഞാൻ അതിന് വേണ്ടി എത്ര ശ്രമിച്ച് നടക്കുന്നില്ല, അപ്പം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. ആൻഡ് ഓർഗാനിസമിക് സെൽഫ്, ദ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ ഇൻക്ലൂഡിങ് അക്സെപ്റ്റ് ആൻഡ് ഡിനൈൻ ഫീലിംഗ്. ഇവിടെയാണ് ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, ഡിനൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് കൂടുതലും പറയുന്നത് വെച്ചാൽ ഒരാളുടെ പേഴ്സണൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കീ കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഒരാൾ എന്തൊക്കെ രീതിയിൽ ചിന്തിക്കാം, എങ്ങനെ ചിന്തിക്കാം, ഏത് രീതിയിൽ ചിന്തിക്കാം, പോസിറ്റീവായിട്ട് പോവുക, എമ്പതി കാണിക്കുക, ജെന്യൂൻ ആവുക, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് ഒരാൾ മുമ്പോട്ട് പോകാൻ വേണ്ടി ഞാൻ എന്താ കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ബന്ധപ്പെട്ട് വരുന്നതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ. ക്രിറ്റിസിസം പറയുവാണെങ്കിൽ ലാക്ക് ഓഫ് സയന്റിഫിക് മെത്തേഡ്. ഇതിനുവേണ്ടി അങ്ങനെ ഒരു സയന്റിഫിക് മെത്തേഡോ അല്ലെങ്കിൽ ഇതാണ് കാരണം, ആനിമൽ റിസർച്ച് സൈക്കോളജിയിലൊക്കെ ഇത് റിജക്റ്റ് ആയി കേട്ടോ. കാര്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കൂടുതലും ഫിലോസഫിക്കൽ ആയിരുന്നു എന്നുള്ളതാണ്. കൈൻഡ് ഓഫ് റീസൺസ് ഒന്നും തരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് സൈക്കോളജിയെ സംബന്ധിച്ച് റിജക്റ്റഡ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ബിഹേവിയറൽ അപ്രോച്ച് ആണ്. ഇവിടെയാണ് കൂടുതലും ലേണിംഗ്, നോർമൽ അബ്നോർമൽ ബിഹേവിയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കൂടുതലായി പറഞ്ഞിരുന്നത്. സോ കീ തിയറിസ്റ്റുകളുണ്ട്, ഇവാൻ ഉണ്ട്, ജോൺ ബി ഉണ്ട്, ഇവരൊക്കെയാണ്, ആൻഡ് സ്കിമ്മർ ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയറൽ അപ്രോച്ചിലേക്ക് കൊണ്ടുവന്നുള്ളത്. വൺ ഇസ് ലേണിംഗ് മെക്കാനിസം ആണ്. ഇവിടെ ലേണിംഗ് മെക്കാനിസം കൊണ്ടുവന്ന് പാവ്ലോവാണ് കൊണ്ടുവന്ന ക്ലാസിക് കണ്ടീഷനാണ്. അസോസിയേഷനുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഫോബിയാസുകൾ, നമുക്ക് പേടികൾ വരുന്നത് എങ്ങനെയാണ്, നമുക്ക് ട്രോമാറ്റിക് ഇവന്റ്, ഇപ്പൊ പണ്ട് കാലങ്ങളിൽ എന്നെ ഒരു റൂമിൽ ഇട്ട് പൂട്ടിയിട്ടു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കാരണം എനിക്ക് ഇരുട്ടിനെ പേടി വരുന്നു. ഇനി ഓപ്പാരന്റ് കണ്ടീഷനിങ് ആണ്, സ്കിന്നർ ആണ്. സോ ഇവിടെ കോൺസിക്വൻസ് കാരണം പഠിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, റിവാർഡ് ഇൻക്രീസസ് ബിഹേവിയർ, നമ്മൾ സമ്മാനം കൊടുക്കാം, നീ പഠിക്ക്, ജയിക്ക് എന്ന് പറയുന്ന പോലെ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, റിമൂവിങ് നെഗറ്റീവ് സ്റ്റിമുലസ് ഇൻക്ലൂഡിങ് ബിഹേവിയറിസം. സോ ഇവിടെ നെഗറ്റീവായ കാര്യങ്ങൾ ഫുള്ളി റിമൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് പണിഷ്മെന്റ് ആണ്. റെഡ്യൂസസ് ബിഹേവിയർ, അതായത് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുവാണെങ്കിൽ ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇത് ഇത്രയും ക്ലാസിക്കൽ കണ്ടീഷനിങ് അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇത് സോഷ്യൽ കോഗ്നേറ്റീവ് തിയറി ആണ്. ലേണിംഗ് ബൈ ഒബ്സർവേഷൻ, കണ്ടുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്ന പോലെ. സ്പൈഡറിനെ പേടി വരിക, എന്നാൽ ലേൺഡ് ഫ്രം മൂവി. ഇപ്പൊ ഞാൻ ചോട്ടെ, നമ്മൾ ജനിച്ച ഉടനെ പാറ്റയെ പേടി, പല്ലിയെ പേടി, നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പേടി വരുന്നത്? സാധാരണ ജീവി ആനെ കാണും പേടിക്കാറുണ്ടോ, പശുവിനെ കാണും പേടിക്കാറുണ്ടോ? ഇല്ല. പക്ഷേ പാറ്റയെ കാണും പേടിക്കും. എന്തുകൊണ്ടാണ്? നമ്മളത് സിനിമകൾ കണ്ടിട്ടും ഒക്കെ നമ്മൾ പേടിക്കുന്നത്. പ്രേതത്തിനെ കണ്ട് പേടിക്കുന്നു. പേടിക്കാത്ത ആൾക്കാരുണ്ട്. സിനിമ കാണിക്കാതെ നോക്കി നോക്കൂ. നിങ്ങളുടെ ജനിക്കുന്ന കുട്ടികളെ നിങ്ങൾ സിനിമ കാണിക്കാതെയോ അല്ലെങ്കിൽ ഒന്നും കാണിക്കാതെ നോക്കി നോക്കുക, അവർക്ക് പേടി എന്ന സാധനം ഉണ്ടാവില്ല. കുഞ്ഞു കുട്ടികൾ പാമ്പും സാധനങ്ങളൊക്കെ എടുത്ത് വായിൽ വെക്കുക, കടിക്കുക, അങ്ങനെ പല വീഡിയോകൾ കാണാറില്ലേ? അതെന്തുകൊണ്ട് അവർക്ക് പേടിയില്ല. ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്. സോ റിലാക്സേഷൻ തെറാപ്പി കൊടുക്കാം, പിന്നെ അഡ്വേർഷൻ തെറാപ്പി, സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ, മോഡലിംഗ്, ടോക്കൺ എക്കണോമി, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിഹേവിയറിസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ടെക്നിക്സുകളാണ് കേട്ടോ. ക്രിറ്റിസം ഉണ്ടായിരുന്നു കേട്ടോ. ഓവർലുക്ക് ഇമോഷൻ ആൻഡ് തോട്ട്സ്, അതായത് കൂടുതൽ ഇമോഷൻസ് തോട്ടിൽ ഫോക്കസ് ചെയ്യുന്നു, സിംപിളി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. കാര്യം ഹ്യൂമന്റെ ബിഹേവിയർ, ഹ്യൂമനെ സംബന്ധിച്ച് കോംപ്ലക്സ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കാണിച്ചു എന്നുള്ളതാണ്. എൻവയോൺമെന്റൽ ഫോക്കസ് ഇഗ്നോർ ഫ്രീ വിൽ ആൻഡ് സെൽഫ് ഡിറക്ഷൻ. അപ്പം ഈ എൻവയോൺമെന്റൽ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ അപ്രോച്ചിനെയൊക്കെ മാറ്റി വെച്ചു എന്നുള്ളതാണ്. കാര്യം കൂടുതലും എൻവയോൺമെന്റൽ ഫോക്കസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബിഹേവിയറൽ അപ്രോച്ചിൽ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും 10 മാർക്കിന് നമ്മൾ അല്ലെങ്കിൽ 5 മാർക്കിനുള്ള പോയിന്റ്സുകളാണ്. ഇതിന്റെ കൂടെ നിങ്ങൾ ഗൈഡും കൂടെ വായിക്കുക, എന്നാൽ മാത്രമേ ഒരു ക്ലിയർ ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പം എനിക്കറിയാം ഇതിനകത്ത് പല പോർഷൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ ഒന്നും കൂടെ നിങ്ങളത് വായിക്കുവാണെങ്കിൽ അതിന്റെ ഐഡിയ ഏകദേശം കിട്ടും. ആ രീതിയിലാണ് നോട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.
താങ്ക് യു.